സഫ പറയണ്ട ഇത്ര തന്നെ ലൈവില് പറയാം. നോ 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 നോ, ഞങ്ങൾ ഇന്നലെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, റൂമിലിരുന്ന് ഫസ്മിനെ ഡ്രഗ്സ് അടിച്ചതിന് മറ്റേ പെങ്കൊച്ച് പറഞ്ഞു, നീ ഇവിടുന്ന് ഡ്രഗ്സ് അടിച്ചതിന്റെ വീട്ടിൽ വിളിച്ച് പറയുമെന്ന് പറഞ്ഞതിന് മറ്റവളെ ബാഗിൽ ഡ്രഗ്സ് വെച്ചിട്ട് അവളെ കൊണ്ട് പോലീസിനെ പിടിപ്പിച്ച് ജയിലിൽ ഇട്ടു എന്നൊക്കെയാണ് ഈ കമന്റ് സെക്ഷനകത്ത് പറഞ്ഞേക്കുന്നത്. ഹലോ ഗായ്സ്, ഫ്ലക്കിലേക്ക് സ്വാഗതം. ഫസ്മിന ലല്ലു അപരാധ കഥകൾ. ഇന്നലെ ഫസ്മിന വീഡിയോ ഇടുമെന്ന് പറഞ്ഞതാണ്. ഫസ്മിനയുടെ വീഡിയോ ഇന്ന് വന്നില്ല. രാവിലെ തൊട്ട് മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. മണ്ണെണ്ണ ഇപ്പൊ വറ്റിയപ്പോ നമുക്ക് തന്നെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. ഫസ്മിനയും സഫയും ഒന്നായിരിക്കുന്നു ഗായ്സ്. 2 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കാം. ഫസ്മിനയും സഫയും ഒന്നായിരിക്കുന്നു. സഫ ഫസ്മിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നു, ഫസ്മിന സഫയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നു. ആൻഡ് ഈ കാര്യം ഫസ്മിന ഇന്ന് തന്റെ ലൈവിൽ, ഇൻസ്റ്റാഗ്രാം ലൈവ് എന്നപ്പോൾ പറയുകയും ചെയ്തു. ഇനി ലൈവിനകത്ത് സഫ ജോയിൻ ചെയ്തോന്ന് എനിക്കറിയില്ല, ലൈവ് ഞാൻ കണ്ടതൊന്നുമില്ല. ലൈവ് നമ്മുടെ ഒരു പയ്യൻ നമുക്കെടുത്ത് അതിന്റെ കുറച്ച് ചില ഭാഗങ്ങളൊക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് ഫസ്മിന പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാം. അപ്പൊ എന്തരാണെങ്കിലും രണ്ടും കൂടെ ഒന്നായി. സഫ പറയണ്ട ഇത്ര തന്നെ ലൈവില് പറയാം. നോ 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 നോ, ഞങ്ങൾ ഇന്നലെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ സംസാരിച്ചപ്പോഴത്തേക്കും എന്റെ അടുത്ത് പറഞ്ഞത് ഫോണിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഫോണിൽ സംസാരിച്ച് ഞാൻ വല്ല റെക്കോർഡ് ചെയ്ത് കണ്ടന്റ് ആക്കുമെന്ന് പേടിയുണ്ടാവും. സ്വാഭാവികം, അതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. കുടിച്ച വെള്ളത്തിൽ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അപ്പോഴേ കണ്ടന്റ് അടിക്കും. നേരിട്ട് പോയി സംസാരിക്കുവാണെങ്കിൽ അത് സൂക്ഷിച്ചോ, വല്ല പോക്കറ്റ് ക്യാമറയോ അല്ലെങ്കിൽ റെക്കോർഡറോ കാണും നീ പറയുന്ന ചുരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിന്റെ തലമണ്ട കിട്ടാൻ അവള് പിന്നിരുന്ന് അടിക്കും. ഇതാ നടക്കാൻ പോകുന്നത്. ഇപ്പൊ ഒന്നായി, ബാക്കി പറയട്ടെ. ഫോണിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വാക്ക് കൊടുത്തായിരുന്നു. എന്റെ ഉമ്മാനെ പിടിച്ച സത്യമായിട്ടാണ് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എവിടെയും പറയത്തില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് ആ കാര്യം പറയാനും നിങ്ങളുടെ അടുത്ത് പറ്റത്തില്ല. സോ പുള്ളിക്കാരിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിയുക, അറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ സംസാരിക്കുക. അല്ലാണ്ട് ഞാനും പുള്ളിക്കാരിയും പ്ലാൻ ചെയ്ത് സംസാരിച്ചൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ. പ്ലാനിങ് ഒന്നും അല്ല, ഇതൊരു സ്ക്രിപ്റ്റിന്റെ ഭാഗവും അല്ല. അങ്ങനെ ഒന്നും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. മിസിരിയെ പോലെ സഫ തെറ്റ് സമ്മതിച്ചോ? കുട്ടാ സഫ വന്ന് പറയും കുട്ടാ, ഞാനത് പറയത്തില്ല. എന്റെ അടുത്ത് ചോദിക്കണ്ട. എന്റെ അടുത്ത് ഒന്നും സഫയുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാനത് പറയാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്രയെന്ന് വെച്ച് ചോദിച്ചാലും ഞാൻ വാക്ക് കൊടുത്ത കാര്യം ഞാൻ തെറ്റിക്കൂല. ഞാൻ ഇവിടെ സഫാനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സഫ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അറിയാത്ത കാര്യം ഡയലോഗ് അടിക്കാണ്ടിരിക്കുക. അവൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവള് വന്നിരുന്ന് പറയും, അപ്പം കേൾക്കുക. ഓക്കെ, ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനായിരുന്നേ നേരത്തെ വീഡിയോ ഇടണ്ടായിരുന്നു. ഞാനിപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടില്ല കുട്ടാ. എനിക്ക് എന്തേലും മറച്ചു വെക്കാനാണെങ്കിൽ എനിക്ക് അവളെ ലൈവിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ലൈവിൽ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അവൾ എന്തൊക്കെ നല്ലവളാണെങ്കിലും സപ്പോർട്ട് വേണ്ടായിരുന്നു. നേരത്തെ എന്തിനാ അവളിപ്പോ അൺഫോളോ ആക്കേണ്ട ആവശ്യമില്ലല്ലോ കുട്ടാ. അൺഫോളോ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരിപ്പം എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഫസ്മിനയുടെ മനസ്സൊരു പുത്തരിക്കണ്ടം മൈതാനമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാര്യം ഇത്രയും ഹൃദയവിശാലത ഞാൻ ഒരു സ്ത്രീയിലും കണ്ടിട്ടില്ല ഗൈസ്. ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഇന്നലത്തെ ഫസ്മിനയുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതിനകത്ത് നൈസായിട്ടൊരു സെന്റിമെന്റ് പോലെ 2 ഡയലോഗ് അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. സഫയോട് എനിക്ക് ഇതൊന്നും ഇല്ലെന്നുള്ള തരത്തിൽ ഇത് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഇത് രണ്ടും കൂടെ അത് ജോയിൻ ആവും. ഫസ്മിനയുടെ മെയിൻ സംഭവം എന്താന്ന് വെച്ചാൽ അവനെ ഇല്ലാതാക്കണം. അവനെ ഏത് രീതിയിലും അവനെ ഇല്ലാതാക്കണം. ഫസ്മിനയുടെ മുകളിലോട്ട് വന്ന അലിഗേഷൻസ് മൊത്തം വെളുപ്പിക്കണം. അന്നേരം അതിന് ഏതറ്റം വരെയും ഫസ്മിന പോവും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നാള് പച്ചക്കിരുന്ന് അപരാധിച്ചിട്ട് രണ്ടുകൂടെ വന്ന് കോംപ്രമൈസ് അടിച്ചേക്കുന്നു. ഉളുപ്പില്ലെന്നറിയാം, എന്നാലും ചോദിക്കുക, ലേശ ഉളുപ്പ് ഉണ്ടോ? ഇതിന്റെ ക്ലൈമാക്സ് മിക്കവാറും ലല്ലുവായിട്ട് കോംപ്രമൈസ് അടിക്കുന്നത് ആവാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ പൊന്നോ, അതുകൂടെ കാണാനുള്ള ത്രാടി നമുക്കില്ല. നിന്റെയൊക്കെ നാട്ടിൽ ഓന്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന്തൊക്കെ നിന്നെ കണ്ട് നമിച്ച് എന്റെ പൊന്നോന്നും പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ പോലും ഇങ്ങനെ നിറം മാറത്തില്ലെന്ന്. നിങ്ങൾ ഇനി കോംപ്രമൈസ് അടിച്ച് നിങ്ങൾക്ക് ഇനി ഒരു ട്രിപ്പൊക്കെ പോകാൻ തോന്നുവാണെങ്കിൽ ആസാമിലെ കസിരംഗ നാഷണൽ പാർക്കിലോട്ടൊന്നും പോവാൻ നിൽക്കരുത്. അവിടെ കുറച്ച് കാണ്ടാമൃഗങ്ങളുണ്ട്. ചിലപ്പോൾ നിന്റെയൊക്കെ തൊലിക്കട്ടി കാരണം അത് എന്നെക്കാളും തൊലിക്കട്ടിയുള്ള സാധനത്തിനെ കണ്ടത് പോയി വല്ല കുഴിയിലും ചാടി ചാവും. അതുകൊണ്ട് പറയുക, ഇത് കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ആണ് പൊട്ടന്മാര്. ഇതിലേക്ക് ഇപ്പോഴും എന്നും പറഞ്ഞ് പോയി സപ്പോർട്ട് ചെയ്യുന്ന, അയ്യോ ശോകം തന്നെ. അതിനോടൊക്കെ സഹതാപം തന്നെ. ഇത് വിശ്വസിക്കുന്ന ഇപ്പോഴും ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇനി ഫസ്മിനയുടെ ലൈവിൽ ഫസ്മിന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഗൈസ്. ഡയറിയൊക്കെ പറ്റി പറയുന്നുണ്ട്. ഡയറി ഒന്നും ഇപ്പോഴേ ഇറക്കത്തില്ലെന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് പറയാൻ കൂട്ടാ പറഞ്ഞ ടെൻഷൻ ആവണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ മുക്കൂലാന്ന് ഫസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നീ മുക്കി ശീലം ഉണ്ടായിട്ടാണ് ആളുകൾ വന്ന് എപ്പോഴും പറയുന്നത് ഡയറി ഇട് കേട്ടോ, മുക്കരുത്.
അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഡയറിയുടെ കാര്യം മാത്രം ഞാൻ മുക്കിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യത്തില്ല. ഡയറിയുടെ കാര്യം പറയുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് പിന്നെയും ഞാൻ പറഞ്ഞു. ഡയറിയുടെ കാര്യം ക്ലിയർ ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ഇന്റർവ്യൂവിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഡയറിയുടെ കാര്യം പറയുന്നത് 3ാമത്തെ ഇന്റർവ്യൂ എത്തിയിട്ടല്ലേ എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഈ 3ാമത്തെ ഇന്റർവ്യൂവിന് എപ്പോ എത്തും? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ലല്ലു കൊടുക്കുന്ന എല്ലാ ഇന്റർവ്യൂവിലും 3 ഇന്റർവ്യൂ വീതം ഉണ്ടല്ലോ. സംഭവം അതൊന്നുമല്ല, തെളിവൊക്കെ ഉണ്ടാക്കണ്ടേ ഗൈസ്? സമയമെടുക്കും. ഇതൊക്കെ അങ്ങ് വെറുതെ അങ്ങ് അപ്പം ചുടുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ള പരിപാടിയല്ലല്ലോ. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണ്ടായോ? അതും സ്വന്തം ഡയറി, സ്വന്തം ഇത്താടെ റീലിൽ കൂടെ അറിയാതെ പബ്ലിഷ് ആയിപ്പോയി. അത് പിന്നെ കട്ട് ചെയ്ത് മാറ്റി. അതിനകത്ത് സത്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് പിന്നെ കട്ട് ചെയ്ത് മാറ്റിയത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനെപ്പറ്റി പിന്നീട് വന്ന് പറയത്തില്ലെന്നും ഒരു വീഡിയോയിൽ ഒരു ലൈവിൽ വന്ന് പറയുകയും ചെയ്ത്. പിന്നെ നമ്മളൊക്കെ ഇട്ട് പുകച്ചതിന്റെ പേരിലാണ് ഫസ്മിനെ പിന്നെയും വന്ന് ഡയറിയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതയായത്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇതിനി എങ്ങനെ വെളുപ്പിച്ചെടുക്കുമെന്നാ. ജിത്തു ജോസഫിനെ എടുത്തൊന്ന് സമീപിച്ചുകൂടായോ? അല്ല, പുള്ളിയാകുമ്പോൾ ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ പറഞ്ഞ് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുള്ളി സെറ്റാക്കി തരും. സ്വന്തം ഡയറി ഇത് എങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? വലിയ പാടായിരിക്കും. കുറച്ച് കഷ്ടപ്പെടും അത് എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു വഴി ഞാൻ ഫസ്മിനയ്ക്ക് പറഞ്ഞുതരാം. ഫസ്മിനെ ഈ ഡയറിക്കകത്ത് കുറെ സ്റ്റിക്ക് നോട്ട് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അന്നേരം ഈ സ്റ്റിക്ക് നോട്ടിനകത്ത് കുറച്ച് മാനിപ്പുലേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്കത് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. ഈ പഴയ സ്റ്റിക്ക് നോട്ട് ഇളക്കി മാറ്റിയിട്ട് പുതിയ സാധനം എഴുതി ഒട്ടിച്ച് വെച്ചാൽ മതി. ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്നാ ഗൈസ് ഇത് കണ്ടോ, എന്റെ ഡയറിക്കകത്ത് ഒന്നുമില്ല എന്നും പറഞ്ഞ് കൊണ്ട് കാണിച്ചാൽ മതി. ജെ ഫോർ ജോണി സിൻസിന്റെ തുണ്ട് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെച്ചതാണ് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? സ്റ്റിക്ക് നോട്ടിനകത്ത് ഒരു മാനിപ്പുലേഷൻ നടത്തി നോക്ക്. ചിലപ്പോൾ അത് ഏക്കാൻ സാധ്യതയുണ്ട്. ഒരു ഐഡിയ കിട്ടിയില്ലയോ? ഇനിയെങ്കിലും ഡയറി പോരട്ടെ. നമ്മൾ അങ്ങോട്ട് ഐഡിയ കൊടുക്കേണ്ട ഒരു ഗതികേടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് ഫസ്മിനെ. ഇന്നിടാവോ സെക്കൻഡ് പാർട്ട്? ഇന്നിടാൻ എനിക്ക് പറ്റൂല. ഇന്നിടാൻ എൻ്റെ മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇന്നിടാനുള്ള സമയവും ഇല്ല. കാരണം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പുറത്തു പോകണം. മനസ്സിലാക്കുക, സമയമില്ലാത്തോണ്ടല്ലേ. നിങ്ങളൊന്ന് ശാന്തരാകൂ ആരാധകരെ. സമയം തീരെയില്ല. ഒരുപാട് പരിപാടികൾ ഉള്ളതാണ്. എന്താണെന്നറിയത്തില്ല, പഴയൊരു ഉത്സാഹമൊന്നും ഇപ്പം ഫസിമോടെ മുഖത്ത് കാണുന്നില്ല. എന്തു പറ്റി ഫസി? വീഡിയോ ഇട്ട് കഴിഞ്ഞല്ലേ, ഞാൻ വീഡിയോ ഇട്ട് തീർക്കണമല്ലോ, എന്നിട്ടല്ലേ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞേ. അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കൊരു 50 എപ്പിസോഡ് പ്രതീക്ഷിക്കാം. മെഗാ സീരിയൽ ആകുമെന്നാണ് തോന്നണേ. ഇന്റർവ്യൂ റിയാക്ഷൻ ഞാൻ ചെയ്തു തീർത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യത്തിന് ഞാൻ റിയാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞേ. ഓഹോ, അപ്പടിയാ. അപ്പം സംഭവം എന്താന്ന് പിടി കിട്ടിയോ? മെയിൻ ഐറ്റംസ്, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻ ഐറ്റംസ് ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ വെക്കും. എന്നിട്ട് ലാസ്റ്റ് വീഡിയോയിൽ എന്നിട്ട് ഒരു ഡയലോഗ് കൂടെ അങ്ങോട്ട് അടിക്കും. ഇനി ഈ വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെടുത്തോ അവർ ചോദിക്കുന്ന ചോദ്യത്തിനോ ഞാൻ ഇന്നെ ഒരു മറുപടി ആയിട്ട് വീഡിയോ ചെയ്യുന്നതല്ല. ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് ഈ കാര്യത്തിന്റെ പുറകിൽ നടക്കാൻ സമയമില്ല. ഞാൻ പുതിയ തുണി ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോക്കോ, ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നെന്ന് പറഞ്ഞ് ടാറ്റാ പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻസിന് മറുപടി തരാതെ മുങ്ങാനുള്ള പ്ലാനാണ്. മെയിൻ ഐറ്റംസ് അന്നേരം ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കൂടെ കൊട്ടിവെടുക്കും. ഇവിടെ കിട്ടിയോ? അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ടല്ലോ, ചോദിക്കത്തില്ലല്ലോ ആരും. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പൊങ്ങി വരും. ഇതാണ് ചേച്ചിയുടെ പ്ലാൻ. ഇതാണ് കേട്ടോ സംഭവം. ബുദ്ധിമതി. ഇപ്പോഴും ഒന്നിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. ക്ലാരിഫിക്കേഷൻ വരേണ്ട സമയത്ത് വന്നോളും. എല്ലാവരെയും ഒരേ സമയത്ത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കേരളയിൽ വരുന്ന പോലെ കേരളത്തിൽ BJP ഭരണത്തിൽ വന്നാലും ഫസ്മിനയുടെ എക്സ്പ്ലനേഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് 2 കൈയും ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ. നമുക്കൊക്കെ പിന്നെ 10 കൈയും 50 മണിക്കൂറുമാണല്ലോ ഒരു ദിവസമൊക്കെ ഉള്ളത്. എന്തൊക്കെ ന്യായങ്ങൾ കേൾക്കണം ഇവിടെ. ഇതുവരെയൊന്നും ഇല്ലാത്ത ന്യായങ്ങളൊക്കെ ഇപ്പൊ വരുന്നത് കേട്ടാ. സമയം കിട്ടുന്നില്ല, 2 കയ്യേ ഉള്ളു, 2 കാലേ ഉള്ളു, 24 മണിക്കൂറേ ഉള്ളു ഒരു ദിവസം. സൂപ്പർ. ബാക്കി പറയൂ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ ഇരുന്ന് കണ്ടാൽ മതിയല്ലോ. വീഡിയോ കാണുന്ന സമയമല്ലേ പോകുന്നുള്ളൂ. പക്ഷെ അത് തന്നെ വല്ലാത്തൊരു ചടങ്ങ്. പൊന്നുമുള്ള നീ ഈ 10 മണിക്കൂറിന്റെ പോഡ്കാസ്റ്റ് ഒന്നും ഇറക്കല്ലേ. ഒരു 10-15 മിനിറ്റിൽ പറഞ്ഞു നിർത്തിട്ട് പോകാൻ നോക്കണം. വലിയ ചടങ്ങാ കേട്ടാ. ഈ കാണുന്നവർ ഒരു തവണ കാണത്തുള്ളൂ. നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഞാനൊക്കെ 2 തവണയെങ്കിലും മിനിമം ഇത് കാണും. അതൊക്കെ ഭയങ്കര പാടാണ് മോളെ. ഇത് ഇച്ചിരി ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കും. നീ ഇല്ല സീക്രട്ട് ഏജന്റ് പഠിക്കാതെ. എനിക്ക് ഈ വീഡിയോയുടെ പുറകിൽ കുറെ എഫേർട്ട് ഉണ്ട്. ഇതിരുന്ന് എഡിറ്റ് ചെയ്യണം, പിന്നെ തെളിവ് വെക്കണം, വേറെ ഫോൺ എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഇതൊരു 5-6 മണിക്കൂറത്തെ പരിപാടിയാ. സ്ക്രിപ്റ്റ് എഴുതണം. നിങ്ങൾ എന്തോ വിചാരിച്ച ശരിക്കും പണിയുണ്ട് ഇതിന്റെ പുറകില്. വെറുതെ ഇടാൻ പറ്റുമോ?
തെളിവൊക്കെ ഉണ്ടാക്കണ്ടായോ? എത്ര പേർക്ക് മനസ്സിലാവും എനിക്കറിയത്തില്ല. ബട്ട് ബേസിക്കലി എന്റെ ഒരു ദിവസത്തെ 6 മണിക്കൂർ എന്നും എനിക്ക് കളയാൻ സമയമില്ല. കാരണം എനിക്ക് പുറത്ത് വേറെ ലൈഫില്ലേ. അപ്പൊ എനിക്ക് അതും കൂടെ നോക്കണം. എല്ലാ ദിവസവും എനിക്ക് വീഡിയോയുടെ പുറകിൽ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോയുടെ പുറകെ ഇരിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ വേറെ ഒരുപാട് പണികളൊക്കെ വീഡിയോയ്ക്കകത്ത് കിട്ടുന്ന ലാക്സ് അല്ലല്ലോ നമ്മുടെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഒരുപാട് ന്യായങ്ങൾ വരുന്നുണ്ട് ഇപ്പം. നീ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യും. കുറെ ആയാലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്റെ സൗകര്യത്തിന് ഞാൻ മോണിറ്റൈസേഷൻ ചിലപ്പോൾ ഓൺ ആക്കും, ഓഫ് ആക്കും, എന്റെ ഇഷ്ടം. അല്ലെ മോൻ ഒരു 35 ലക്ഷം രൂപ അവൻ എന്റെ വാങ്ങിച്ച പൈസ മോൻ എനിക്ക് ഉണ്ടാക്കി താ, എന്നിട്ട് ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാം. എനിക്ക് ഒരു സങ്കടമില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞ കാര്യം, ഞാൻ അവനെ വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്ര ഞാൻ ഉണ്ടാക്കും. കാരണം എന്റെ നിന്ന് പോയ പൈസ എനിക്ക് അങ്ങനെ നികത്താനേ പറ്റുള്ളൂ. ചോദിച്ചാൽ തരാത്ത പൈസ അങ്ങനെ ചെയ്യാനേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തായാലും ഫസിമോൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് 100 അല്ല 150% ഉറപ്പ്. ഇപ്പൊ തന്നെ വീഡിയോ ഇട്ട് അതിന്റെ ഒരു പകുതി മുക്കാലും കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അടുത്ത കൊല്ലം ബിഗ് ബോസിലൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് അതല്ല അതിന്റെ അപ്പുറം ഫസിമോൾ ഉണ്ടാക്കും. ഫസിക്കറിയാം ഹൗ ടു സെൽ അപരാധം. രേണുസുതിക്ക് ശേഷം കേരളത്തില് അപരാധങ്ങൾ ഇത്രയും മനോഹരമായിട്ട് സെല്ല് ചെയ്യുന്ന വേറൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ അതിന്റെ അറ്റത്തിരുന്ന് ഇച്ചിരി അവിടെ പിണ്ണാക്കൊക്കെ ഇട്ടു കൊടുത്ത് കുറച്ച് ഞക്കാപ്പിച്ച ഉണ്ടാക്കുന്നത് അതേ ഉള്ളു. ഊമ്പിക്കോ അഫ്നാൻ വായി സ്വന്തമായിട്ട് ഊമ്പിക്കോ. പിന്നെ എന്തിനാടാ അവിടെ വായിരിക്കുന്നു കേൾക്കാൻ വേണ്ടി പോകുന്നത്? എന്തിനാ ഇങ്ങനെ ആണോല്ലാതെ? കിട്ടിയില്ലയോ? സമാധാനമായില്ലയോ? ജോയിന്റ് അടിയൊക്കെ നിർത്തി നല്ല ആളായിട്ട് ജീവിക്കും. നീ കണ്ടോ ഞാൻ ജോയിന്റ് അടിക്കുന്നേ? കുട്ട കണ്ടോ? അഖിൽ R4747 മോൻ കണ്ടോ ഞാൻ കഞ്ചാവ് അടിക്കുന്നേ? മോന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? പിന്നെ കഞ്ചാവ് അടിക്കുന്നവരൊക്കെ പബ്ലിക്കായിട്ടിരുന്ന് ഫോട്ടോ എടുക്കാൻ പാകത്തിനാണല്ലോ ഇരുന്ന് അടിക്കുന്നത്. ഞാൻ കഞ്ചാവ് അടിക്കുന്ന എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം എന്തെങ്കിലും കണ്ടിട്ടാണോ ഡയലോഗ് അടിക്കുന്നത്? ആരും പേടിക്കേണ്ട ഗൈസ്. അടുത്ത വീഡിയോയിൽ കഞ്ചാവൊക്കെ തെളിയിക്കുമെന്നാണ് ഫസ്മിന് പറഞ്ഞേക്കുന്നത്. എന്താണെങ്കിലും മറ്റേ മുടിയൊക്കെ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് അടക്കം ഫസ്മിനെ കൊണ്ട് കാണിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അടുത്ത വീഡിയോയിൽ മറ്റേ ഫസ്മിന് തന്റെ മുടി ടെസ്റ്റ് ചെയ്യും. ഈ കഞ്ചാവൊക്കെ അല്ലെങ്കിൽ MDMA അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരു മുടി, എനിക്കൊന്ന് മുടിയാൻ തോന്നുന്നു, മുടിയൊക്കെ ടെസ്റ്റ് ചെയ്ത ഒരു 3 മാസം വരെയൊക്കെ ഉള്ള സാധനം കിട്ടും അടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഫസ്മിന് ടെസ്റ്റ് റിപ്പോർട്ടുമായിട്ട് വരും. ഫാബ്രിക്കേറ്റ് ചെയ്തൊന്നും കൊണ്ടുവരില്ല കേട്ടോ. ഒരു റിപ്പോർട്ടൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വലിയ എളുപ്പമാണ്. അതുകൊണ്ട് ഫസ്മിനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊണ്ടുവന്നാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായോ? എന്തായാലും നീ കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. ഹായ് ചേച്ചി. ഹായ് ശ്രീ. ലൈഫിൽ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി നെക്സ്റ്റ് ചാപ്റ്റർ കൂടുതൽ ഹാപ്പി ആയിരിക്കും ഉറപ്പായിട്ടും. ആ ചോദിച്ച ചേച്ചിക്ക് വല്ല ധാരണയുണ്ടോ ഇപ്പൊ തന്നെ എത്ര ചാപ്റ്റർ ക്ലോസ് ആയെന്ന്? ഇങ്ങനെ ക്ലോസ് ആക്കാൻ നിൽക്കുവാണെങ്കിൽ ഇതിനേ സമയം കാണത്തുള്ളൂ. ജയനെ പറ്റി പറയോ? ജയനെ പറ്റി എന്താ പറയണ്ടേ? ജയ കഴിഞ്ഞിട്ടുള്ള ലെറ്ററോ? കെ. ജയ്ക്ക് മുന്നേ ഐ. ജെ കെ എല്ലു ജെ 11. എന്തോ മോളെ ഉദ്ദേശിക്കുന്നത്? ഇതാണോ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരാ വല്ല സീരിയൽ കില്ലറും ആണോ ആൽഫബറ്റ് നോക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്? ആൻഡ് ഒരു 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്. കഴിഞ്ഞ ദിവസം എന്റെ കമന്റ് സെക്ഷനിൽ വന്ന ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. വെറുതെ വായിക്കുകയാണ് കേട്ടോ, ഒരു കാര്യമില്ല, വെറുതെ വായിക്കുകയാണ്. ഇതൊരു അലിഗേഷൻസ് മാത്രമാണ്. ഷീ പുട്ട് മൈ കസിൻ ടു ജയിൽ ഫോർ ഡ്രഗ്സ്. Only she do the wrong. She tell her that if she use again in the room, she will inform her family. Because of that, she put drug her bag and inform the police. Please, any influencers, take it serious. It is a public noise today to my sister, maybe tomorrow. Okay. റൂമിലിരുന്ന് ഫസ്മിനെ ഡ്രഗ്സ് അടിച്ചതിന് മറ്റേ പെങ്കൊച്ച് പറഞ്ഞു, നീ ഇവിടെ ഡ്രഗ്സ് അടിച്ചതിന്റെ വീട്ടിൽ വിളിച്ച് പറയുമെന്ന് പറഞ്ഞതിന് മറ്റവളെ ബാഗിൽ ഡ്രഗ്സ് വെച്ചിട്ട് അവളെ കൊണ്ട് പോലീസിനെ പിടിപ്പിച്ച് ജയിലിൽ ഇട്ടു എന്നൊക്കെയാണ് ഈ കമന്റ് സെക്ഷനകത്ത് പറഞ്ഞേക്കുന്നത്. ഇത് വെറുതെ ഒരു കമന്റ് ആണ്. ഫസ്മിനെ അങ്ങനെ ചെയ്തു ഒന്നും ഞാൻ എങ്ങും പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു കമന്റ് ഇവിടെ എടുത്തു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ഒരു അലിഗേഷൻ നമ്മുടെ ലല്ലുവിന്റെ ഒരു ഇന്റർവ്യൂവിലും ഞാൻ കണ്ടു. ആ ഇന്റർവ്യൂവിൽ ലല്ലു പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാവേ. എക്സ്മാരുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നെബ്രാസ് എൻ്റെ ഒരു പയ്യുണ്ട്, വീഡിയോ ഒക്കെ ചെയ്യണ നല്ല അടിപൊളിയായിട്ട് പോകണവന്. ഓൻ്റെ ലൈഫ് നോക്കിയിട്ട് ഇവിടെ വിഷയത്തിലേ തലടാതെ പോകണ്ടേ. ഓനക്കെതിരെ ബ്രേക്കപ്പ് ആക്കിയ ടൈമിൽ ആലപ്പുഴയിൽ പോയിട്ട് സ്റ്റേഷനിൽ ആലപ്പുഴ പോയിട്ട് കേസ് കൊടുത്തിട്ട് ഓൻ്റെ ഇവളെ റിലേഷൻ ടൈമിൽ കൊടുത്ത സാധനങ്ങളൊക്കെ അവിടുന്ന് തിരിച്ചു വാങ്ങി അതിന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് ഒത്തീർപ്പാക്കിയിട്ട് അങ്ങനെ വിട്ട്. അതിൻ്റെ ശേഷം എന്നിട്ടും ഓളെ കലിപ്പ് മാറാത്തതുകൊണ്ട് ഓള് ചെയ്ത പണി എന്താ അറിയാം? ഓൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടില് ഡ്രഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ കൊടുക്കാൻ നോക്കി. ഡ്രഗ്സ് കൊണ്ടുപോയി വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കി. അപ്പോഴത്തിന് ആ പയ്യൻ എന്ത് ചെയ്തിരിക്കണം, ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറെ റൂം അല്ല, ആ ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഓൻ വേറെ
വീട് താമസം മാറിയാണ് അവൾക്ക് അറിയില്ല. ഇവള് സ്ഥിരമായിട്ട് അങ്ങോട്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഓനെ ഓൾറെഡി വീട് മാറിക്കണം അവൾക്ക് അറിയില്ലായിരുന്നു. ഒരു പോലീസുകാർ വന്നിട്ട് അവിടെ പോയി അന്വേഷിച്ച ടൈമിൽ നബ്രാസിന്റെ വീടല്ലാന്ന് അന്വേഷിച്ച ടൈമിൽ മനസ്സിലാക്കി. അങ്ങനെ നബ്രാസിനെ വിളിച്ച് നോക്കുമ്പോൾ അവൻ്റെ വീട് വേറെ സ്ഥലത്താണ്. അങ്ങനെ ഇവളെ എക്സുകൾക്ക് പണി കൊടുത്തിട്ട് അവൾ ഒരാളെ നശിപ്പിച്ചിട്ട് വേറെ ഒരാളെ ലൈഫിലോട്ട് പോകത്തുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് എവിടെങ്കിലും നബ്രാസിനെ പറഞ്ഞ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് എവിടെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അവൻ വന്നിട്ടൊന്ന് പറയണം. തെറ്റിൽ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് അവൻ മിണ്ടാതെ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ പയ്യൻ വന്നിട്ട് പറയട്ടെ. ഞാൻ അവന് ഇപ്പൊ അടിപൊളിയായിട്ട് പോവാണ്, അവനെ ഇതിലോട്ട് വലിച്ചിട്ടുണ്ട് യാതൊരു കാര്യവും എനിക്കില്ല. ഓക്കെ, ഇതാണ് ലല്ലു പറഞ്ഞ ഒരു കാര്യം നബ്രാസിനെ പറ്റി. ഇവൻ പറയുന്ന കാര്യങ്ങൾ മൊത്തം അങ്ങും ഇഞ്ഞും ഒക്കെ ആയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതാണ് ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരു 50 ചോദ്യം ഇവൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കാനും ഉണ്ട്. ബട്ട് എന്നാലും ഇങ്ങനൊരു അലിഗേഷൻ യവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വൺ മോർ തിങ്, ഫസ്മിന ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണെന്ന് ഫസ്മിനയുടെ ചില പ്രവർത്തികളിൽ നിന്നും ഫസ്മിനയുടെ ചില വോയിസിൽ നിന്നും ഫസ്മിന തന്നെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റേ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ആ പയ്യനെ കൊണ്ട് അവൻ്റെ ടെലിഗ്രാം അക്കൗണ്ടിൽ യവൻ്റെ മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്യിപ്പിച്ചത്. സീരിയസ്ലി അത് വലിയൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. അത് നിനക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ആ അപ്ലോഡ് ചെയ്ത് അവനും അറിയാം. ഒരു പെണ്ണിന്റെ വീഡിയോ ആണ് അങ്ങനത്തെ സാധനം എടുത്തിട്ടിരുന്നെങ്കിൽ ഈ കേസ് എവിടെ പോയി നിന്നേനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യവ മൊണ്ണയായിട്ടാണ് അതിനെതിരെ കേസൊന്നും കൊടുക്കാൻ വേണ്ടി പോകാത്തത്, അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രോപ്പർ ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇവൻ പ്രവർത്തിക്കാത്തത്. അവൻ കേസ് കൊടുത്തോ ഇല്ലയോ എന്ന് അറിയത്തൊന്നുമില്ല. അതാ പറഞ്ഞ ഒരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഫസ്മിന പോകുമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു വ്യക്തി ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വലിയ അത്ഭുതമൊന്നും തോന്നാനില്ല. ഞാൻ ഫസ്മിന ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനൊരു എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ പ്രഗ്നൻസിയെ പറ്റിയാണ് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതെന്ന്. പ്രഗ്നൻസിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന്. അപ്പം ഉറപ്പായിട്ടും പ്രഗ്നൻസി ആയ ഡേറ്റും അത് അബോർഷനായ ഡേറ്റും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടും ഏത് മെത്തേഡ് വഴിയാണ് ചെയ്തതെന്നും ഏത് പിൽസ് വഴിയാണ് അതോ സർജിക്കൽ മെത്തേഡ് വഴിയാണോ ഏതൊക്കെ പിൽസാണ് യൂസ് ചെയ്തത് അതിൻ്റെ പ്രിസ്ക്രിപ്ഷനും ഒക്കെ ഫസ്മിന വെച്ച് കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് വലിയ പാടാട്ടോ. എന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഫസ്മിനയുടെ നിരവധി തെളിയിക്കാൻ നിൽക്കില്ല. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ അറിയാമല്ലോ പിന്നെയും ആളുകൾ ഫസ്മിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഫസ്മിനക്ക് എങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ വലുതായിട്ട് ഏക്കത്തില്ലെന്ന് അറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പൊ ഫസ്മിന് അടുത്ത വീഡിയോ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ണില് മണ്ണെണ്ണയോ പെട്രോളോ ഒക്കെ ഒഴിച്ച് കാത്തിരിക്കുക കേട്ടോ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.